ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലം 1-ാം ഞായറിലേക്ക് സഭ ഇന്ന് പ്രവേശിക്കുന്ന ദിവസമാണ്. കത്തോലിക്ക സഭ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. ആഗമനകാലം ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനെയും മനസ്സിനെയും കുറച്ചും കൂടി വിശുദ്ധിയോടെ കാത്തുസൂക്ഷിച്ച് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ നാം ഒരുക്കണം. വ്രതം നോറ്റും ജീവിതത്തിൻ്റെ പുണ്യങ്ങൾ സൂക്ഷിച്ചും ഈ ദിവസങ്ങളെ കുറച്ചും കൂടി ഗൗരവത്തോടെ കാണാൻ വേണ്ടി സഭ ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെയാണ്. തൻ്റെ ശിഷ്യന്മാരോട് ക്രിസ്തുനാഥൻ ഈ 2-ാം വരവിനെ ഓർമ്മിപ്പിച്ച ചില വാക്കുകളുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ആകാശങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലയുടെയും ഇരമ്പൽ ജനപദങ്ങൾ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്ത് ഭയവും ആകുലതയും കണ്ട് ഭൂവാസികൾ അസ്ത്രപ്രജ്ഞരാകും. ഇങ്ങനെ അന്ന് സംഭവിക്കാൻ പോകുന്ന നിരവധിയായ കാര്യങ്ങളെ ക്രിസ്തുനാഥൻ പറയുകയാണ്. ഇങ്ങനെ വലിയ മഹിമയോടെ വലിയ മഹത്വത്തോടെ ക്രിസ്തുനാഥൻ അന്ന് ആഗതനാകുമ്പോൾ നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ കത്തോലിക്കരായ നമുക്കുണ്ടാകുന്ന കുറച്ചുകൂടി ഒരു ബലം എന്താണെന്ന് ചോദിച്ചാൽ അതിന്ന് സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്. മഹത്വത്തോടുകൂടി മേഘങ്ങൾ വരുന്നത് നിങ്ങൾ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഇതാണ് 2-ാം വരവിൽ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസം. നമ്മളൊക്കെ ഇതിനൊക്കെ കണ്ട് പേടിക്കരുത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. 2-ാം വരവ് ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമല്ല, മറിച്ച് ഒരുക്കത്തോടുകൂടി ഇപ്പോൾ ജീവിച്ച് ആ 2-ാം വരവിൽ സന്തോഷത്തോടു കൂടി ക്രിസ്തുവിനെ സമീപിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരുക്കമാണ് പ്രധാനം. ഈ ഒരുക്കം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന നിമിഷങ്ങളിൽ 2-ാം വരവിൻ്റെ ആരംഭത്തിലും ആ സംഭവിക്കുന്ന വേളയിലും ക്രിസ്തുനാഥൻ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ ഭയം കൂടാതെ നാം ഒക്കെ ക്രിസ്തുവിനെ തലയുയർത്തി നിന്ന് സമീപിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കും. കാരണം നമ്മളുടെ വിമോചനത്തിൻ്റെ സമയമാണ്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്ന സമയമാണ്. സ്വർഗീയ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയമാണ്. ഭയമില്ലാതെ നാം ഒക്കെ ആ 2-ാം വരവിനെ സമീപിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്താണ് 2-ാം വരവിൽ സംഭവിക്കുന്നത്? സുവിശേഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നതായി നമ്മൾ കാണും. സുവിശേഷത്തിലുടനീളം നമ്മൾ വായിക്കുന്നത് ഈ സൃഷ്ടജാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ക്രിസ്തുനാഥൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് എല്ലാം ആദിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തിയിൽ ദൈവത്തിലേക്ക് സൃഷ്ടിജാലങ്ങൾ ആഗിരണം ചെയ്യപ്പെട്ടതുപോലെ 2-ാം വരവിലും ഈ സൃഷ്ടജാലങ്ങൾ ദൈവത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. പിന്നീട് ദൈവവും മനുഷ്യനും മാത്രമായി നിലനിൽക്കും. നക്ഷത്രങ്ങൾ നിബദിക്കുമെന്നും തിരമാലകൾ കൊട്ടിഘോഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടവസ്തുക്കൾക്കുണ്ടാകുന്നൊരു മാറ്റങ്ങളാണ്. ഇതെല്ലാം ആദിയിലെ സൃഷ്ടി പോലെ ദൈവത്തിലേക്ക് ഒന്നുചേർക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ ദൈവത്തിലേക്കെല്ലാം ഒന്നുചേർക്കപ്പെടുമ്പോൾ മനുഷ്യരും ദൈവത്തിലേക്ക് ഒന്നുചേർക്കപ്പെടും. അങ്ങനെ വലിയൊരു പ്രകാശത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരും ഒരുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഭൂമിയിലെ കാലഘട്ടം. അതാണ് ഈ ആഗമനകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 2-ാം വരവ് ഭയപ്പെടാതെ നാം ക്രിസ്തുവിനെ സമീപിക്കണം. കാരണം നമുക്കൊരു വിമോചനം ആ കാലഘട്ടം നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൻ്റെതായ വേദനയും ഈ കാലഘട്ടത്തിൻ്റെതായ സങ്കടങ്ങളും ഈ കാലഘട്ടത്തിൻ്റെതായ കണ്ണീരും ഒക്കെ മാറി നിത്യാനന്ദത്തിൻ്റെയും നിത്യസന്തോഷത്തിൻ്റെയും നിത്യശോഭയുടെയും ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ദൈവവും നമ്മളും ഒന്നാകുന്നു. ഇങ്ങനെ ദൈവവും മനുഷ്യനും ഒന്നാകുന്നതിലൂടെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുന്നു, പുതിയൊരു ജീവിതം തുടങ്ങുന്നു. ആഗമനകാലം പുതിയൊരു കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞതെല്ലാം അവസാനിച്ചു, പുതിയൊരു കാലഘട്ടം ആരംഭിക്കുന്നു. ആഗമനകാലം പഴയതെല്ലാം അവസാനിച്ച് പുതിയൊരു കാലഘട്ടം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഴമകളൊക്കെ അവസാനിച്ച് പുതിയൊരു തുടക്കത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. ആ ഒരു കാലഘട്ടം നമ്മളെ കുറച്ചും കൂടി നൈർമല്യതയുള്ള മനുഷ്യരാക്കി തീർക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
യേശുവേ